വാതിൽപ്പടി കരാറുകാരും റേഷൻ വ്യാപാരികളും ജനുവരിയിൽ ഒരുമിച്ച് സമരത്തിനിറങ്ങിയപ്പോൾ സംസ്ഥാന സർക്കാർ കുടുങ്ങിയതാണ്. കഴിഞ്ഞ ഡിസംബർ വരെയുള്ള കുടിശ്ശിക തീർത്താണ് വാതിൽപ്പടി കരാറുകാരുടെ സമരം അന്ന് അവസാനിപ്പിച്ചത്. റേഷൻ വ്യാപാരികൾക്കാകട്ടെ പാക്കേജ് നടപ്പാക്കുമെന്ന ഉറപ്പ് നൽകിയാണ് പരിഹാരമുണ്ടാക്കിയത്. എന്നാൽ 3 മാസത്തിനിപ്പുറം റേഷൻ കടയിൽ ധാന്യം എത്തിക്കുന്ന വാതിൽപ്പടി കരാറുകാർ സമരം തുടങ്ങി. അവർ ഉന്നയിക്കുന്ന പ്രശ്നം ഇതൊക്കെയാണ്. 3 മാസത്തെ വേതനം കുടിശ്ശികയാണ്. 2024 ഏപ്രിൽ മുതൽ ഓഡിറ്റ് പൂർത്തിയാക്കിയ 10% തുക കുടിശ്ശികയുണ്ട്. അതായത് 1 വർഷമാകുമ്പോൾ 1 മാസത്തെ തുക കുടിശ്ശികയാകും. അതിനാലാണ് വാതിൽപ്പടി കരാറുകാർ ഇന്നലെ മുതൽ സമരം തുടങ്ങിയത്. സമരം നീണ്ടുപോയാൽ റേഷൻ വിതരണത്തെ ബാധിക്കുമെന്ന് വ്യാപാരികൾ. അരിയുണ്ട് കടയിൽ, കോമ്പിനേഷൻ ആയാലും ഞങ്ങൾക്ക് കുറേശ്ശെ ഒരു 10-20 ദിവസം കൊടുക്കാനുള്ള അരിയുണ്ട്. അത് കഴിഞ്ഞാൽ റേഷൻ വിതരണം മുടങ്ങും. മെയ് മാസത്തിൽ ബാധിക്കില്ല. ജൂണിലേക്ക് അരി അതിന് മുമ്പ് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. അതായി കഴിയുമ്പോഴത്തേക്ക് അറിയാം. വാതിൽപ്പടി കരാറുകാരെ പോലെ കടുത്ത നിരാശയിലാണ് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളും. സമരം അവസാനിപ്പിക്കാനായി അന്നുണ്ടാക്കിയ ധാരണ പ്രകാരമുള്ള മിനിറ്റ്സിലെ പ്രധാന തീരുമാനങ്ങൾ ഇവയൊക്കെയായിരുന്നു. റേഷൻ വ്യാപാരികളുടെ 3 മാസത്തെ കമ്മീഷൻ മാസം 15-ാം തീയതിക്ക് മുൻപ് നൽകും. കമ്മീഷൻ 18,000 രൂപ എന്നതിൽ നിന്ന് 30,000 രൂപയാക്കുന്നതിനുള്ള ചർച്ച മാർച്ച് മാസത്തിൽ തുടങ്ങി വേഗത്തിൽ നടപ്പാക്കുമെന്ന്. മെയ് പകുതിയാകുമ്പോഴും റേഷൻ വ്യാപാരികൾ നിരാശയിലാണ്, സമരപാതയിലേക്കാണ്. ആകെ ഞങ്ങൾക്ക് തന്നത് ഒരു 2 മാസം ലീവ് തന്നു. അല്ലാതെ റേഷൻ വ്യാപാരികൾ സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട വേതന പാക്കേജിന്റെ കാര്യത്തിലായിരുന്നു അതൊന്നും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ കത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ഒരു സമരത്തിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാവും. റേഷൻ ധാന്യങ്ങൾ റേഷൻ കടയുടെ വാതിൽപ്പടിയിൽ എത്തിക്കുന്ന കരാറുകാരുടെ സമരം അവസാനിപ്പിക്കാൻ 75 കോടി രൂപയെങ്കിലും അനുവദിക്കണം. ധനവകുപ്പ് കനിഞ്ഞാൽ ഭക്ഷ്യവകുപ്പിന് ഈ കുടിശ്ശിക തീർക്കാനാകും. പണം അനുവദിച്ചില്ലെങ്കിൽ 15 ദിവസം കഴിയുമ്പോൾ റേഷൻ കടയിലെ സ്റ്റോക്ക് തീരുന്ന പ്രതിസന്ധി ഉണ്ടാകും. സമരം സാധാരണ ജനങ്ങളെ ബാധിച്ചു തുടങ്ങും. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.